Hello everyone, how are you all? Welcome to a new episode of English with Habish. So my dear friends, in today's episode we are going to talk about actions happening in the past. മുൻകാലങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാൻ. So ഇതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് subject plus was or were plus verb plus ing. Past continuous tense. For example, I was going home yesterday. ഇന്നലെ ഞാൻ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. He was going home yesterday. They were going home yesterday. You can see that the auxiliaries are changing according to the subject. So ആദ്യമായിട്ട് ക്ലാസ്സിൽ ടീച്ചർ പറയാണ്, ജോണി, ഇന്നലെ നീ വീട്ടിലെത്തിയപ്പോൾ നിന്റെ അമ്മ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? So ജോണി പറയുന്നു, My mother was cooking when I reached home. So my mother was cooking എന്നാണ് പറഞ്ഞത്. My mother സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഓക്സിലറിയാണ് was, പിന്നെ verb plus ing, കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഞാൻ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അമ്മ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ രണ്ട് ആക്ഷൻസ് ഉണ്ട്. ഒന്ന് ലോങ് ആക്ഷൻ, കുക്കിംഗ് ഒരു ലോങ് ആക്ഷൻ ആണ്. വീട്ടിലെത്തൽ, കഥക് തുറന്ന് വീട്ടിലെത്തൽ ചെറിയൊരു ആക്ഷനാണ്. ഓക്കെ, വീട്ടിൻ്റെ അകത്ത് കയറൽ ചെറിയൊരു ആക്ഷനാണ്. സോ ലോങ് ആക്ഷന് നമ്മൾ ഓക്സിലറി പ്ലസ് വേർബ് പ്ലസ് ing ഉപയോഗിക്കുകയും ഷോർട്ട് ആക്ഷനെ നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് ലുക്ക് ഇൻ ടു മോർ എക്സാമ്പിൾസ്. ജോണീൻ്റെ ഫാദർ വീട്ടിലെത്തിയപ്പോൾ ജോണീൻ്റെ മദർ ചോദിക്കുന്നു, ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? ഫോൺ എടുത്തിട്ടില്ല മൂപ്പര്. അപ്പോൾ ജോണീൻ്റെ ഫാദർ പറഞ്ഞു, I was driving when you called me. നീ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുകയായിരുന്നു. ഓക്കെ, സോ I was driving, അതിന് ശേഷം was എന്ന ഓക്സിലറിയാണ് വേണ്ടത് പാസ്റ്റ് കണ്ടിന്യൂസിൽ, പിന്നെ ഡ്രൈവ് പ്ലസ് ing. സോ ഇവിടുത്തെ ലോങ് ആക്ഷൻ ഡ്രൈവിംഗ് ആണ്, കോളിങ് ഒരു ഷോർട്ട് ആക്ഷൻ ആണ്. അപ്പോൾ ഷോർട്ട് ആക്ഷനെ നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കണം. ഓക്കെ, അടുത്തതായി ജോണീൻ്റെ മദർ ചോദിക്കുന്നു, നിങ്ങൾ ഓഫീസിൽ എത്തിയപ്പോൾ നിങ്ങളുടെ മാനേജർ എന്ത് ചെയ്യുകയായിരുന്നു? ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാണ്? അപ്പോൾ ജോണിയുടെ ഫാദർ പറയുന്നു, മൈ മാനേജർ വാസ് ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വെൻ ഐ റീച്ച്ഡ് മൈ ഓഫീസ്. ഞാൻ ഓഫീസിൽ എത്തിയപ്പോൾ മാനേജർ പ്രാതൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു. സോ ഇവിടുത്തെ ലോങ് ആക്ഷൻ എന്ന് പറയുന്നത് അല്ലേ ഈറ്റിംഗ് ആണ്. അദ്ദേഹം വീട്ടിലെത്തൽ ഓഫീസിലെത്തൽ ഷോർട്ട് ആക്ഷൻ ആണ്. അപ്പോൾ ഷോർട്ട് ആക്ഷന് നമ്മൾ എന്ത് ചെയ്തു? സിമ്പിൾ പാസ്റ്റിലിട്ടു. ലോങ് ആക്ഷന് പാസ്റ്റ് കണ്ടിന്യൂസിലും. ഓക്കെ, ജോണി സ്കൂൾ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോൾ ജോണീൻ്റെ മദർ ചോദിച്ചു, സ്കൂളിൽ ബെല്ലടിച്ചപ്പോൾ നീ എന്ത് ചെയ്യുകയായിരുന്നു? അവനിന്ന് ലേറ്റ് ആയിട്ടുണ്ടാവും, ടീച്ചർ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടാവും ക്ലാസ്സിലെത്താൻ. സോ ജോണി പറയുന്നു, വൈൽ ഐ വാസ് റണ്ണിങ് ടു ദ ക്ലാസ് ദ സ്കൂൾ ബെൽ റാങ്. ഞാൻ ക്ലാസ്സിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സ്കൂൾ ബെല്ലടിച്ചു. ഓക്കെ, സോ അവൻ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബെല്ലടിച്ചത്. സോ അവൻ്റെ തെറ്റല്ല, അവൻ എത്താൻ പോകുന്നുണ്ടായിരുന്നു. സോ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് വൈലാണ്. വൈൽ ഐ വാസ് റണ്ണിങ് ടു ദ ക്ലാസ് ദ സ്കൂൾ ബെൽ റാങ്. ഓക്കെ, അത് ജസ്റ്റ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, അടുത്തതായി മൈ ഫ്രണ്ട്സ്, തിങ്സ് ടു കീപ് ഇൻ മൈൻഡ് while creating sentences in past continuous. ഓക്കെ, ഇവിടെ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളിൽ രണ്ട് ആക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, ഒരു ഷോർട്ട് ആക്ഷനും ഒരു ലോങ് ആക്ഷനും. ഓക്കെ, ഷോർട്ട് ആക്ഷനും ലോങ് ആക്ഷനും ഉണ്ടാകുമ്പോൾ ആ വേളകളിൽ ആ സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? ലോങ് ആക്ഷനെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ഓക്സിലറി പ്ലസ് വേർബ് പ്ലസ് ing വെച്ചിട്ടും ഷോർട്ട് ആക്ഷന് നമ്മൾ എന്ത് ചെയ്യണം? സിമ്പിൾ പാസ്റ്റിലും ഉപയോഗിക്കണം. ഓക്കെ, My mother was cooking when I reached home. I was driving when you called me. My manager was eating breakfast when I reached my office. While I was running to the class, the school bell rang. കണ്ടോ, ഇവിടെ ലോങ് ആക്ഷനെ മൊത്തം നമ്മൾ വേർബ് പ്ലസ് ing, ഷോർട്ട് ആക്ഷനെ മൊത്തം നമ്മൾ സിമ്പിൾ പാസ്റ്റിലും ഇടും. ഓക്കെ, ഇതൊക്കെ കമ്പാരറ്റീവ് ആണ്. നമുക്കറിയാം, ഒരു സംഭവം കേട്ടാൽ നമുക്കറിയാം ഏതാണ് ഷോർട്ട് ഏതാണ് ലോങ്, നമുക്കറിയാമല്ലോ. ഇറ്റ്സ് കോമൺ സെൻസ്. രണ്ടും ലോങ് ആക്ഷൻ വരുന്ന സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. വി വിൽ ഡിസ്കസ് അബൌട്ട് ദാറ്റ് ഇൻ ജസ്റ്റ് എ ബിറ്റ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എവിടെയാണ് വെന്ന് വരുന്നത്, എവിടെയാണ് വൈൽ വരുന്നത്? ഓക്കെ, വെന്ന് വരുന്നത് എവിടെയാണ്? ഐ വാസ് ഡ്രൈവിംഗ് വെൻ യു കോൾഡ് മീ. ആ സിമ്പിൾ പാസ്റ്റ് ഉണ്ടല്ലോ, ആ ഷോർട്ട് ആക്ഷൻ ഇല്ലേ, അതിൻ്റെ മുമ്പിലാണ് വെന്ന് വന്നിട്ടുള്ളത്. അതേ സെൻറ്റൻസിൽ വൈൽ കൊടുത്താൽ എവിടെ വരും? വൈൽ ഐ വാസ് ഡ്രൈവിംഗ് യു കോൾഡ് മീ.
ലുക്ക് അറ്റ് ഇറ്റ് വെരി കെയർഫുള്ളി. അപ്പോൾ ING ഫോമിൻ്റെ മുമ്പിലാണ് while വന്നിട്ടുള്ളത്. സിമ്പിൾ പാസ്റ്റ് ആയ ഷോർട്ട് ആക്ഷൻ്റെ മുമ്പിലാണ് when വന്നിട്ടുള്ളത്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. അടുത്തതായി ഫാദർ, ജോണീൻ്റെ ഫാദർ മദറിനോട് ചോദിക്കുന്നു, നീ ഉറങ്ങുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുകയായിരുന്നു? അപ്പോൾ ജോണീൻ്റെ മദർ പറയുന്നു, while I was sleeping the children were playing. Children were playing. Children പ്ലൂറൽ ആണ്. ഓക്കെ, ചൈൽഡിൻ്റെ പ്ലൂറൽ ആണ് ചിൽഡ്രൻ, അതുകൊണ്ടാണ് അവിടെ were വന്നത്. ഇവിടെ രണ്ടും ലോങ് ആക്ഷൻ ആണ്, ഇവിടെ ഷോർട്ട് ആക്ഷൻ ഇല്ല. while I was sleeping the children were playing. ഞാൻ ഉറങ്ങുമ്പോൾ കുട്ടികൾ കളിക്കുകയായിരുന്നു. ഓക്കെ, സോ യു ക്യാൻ ഹാവ് 2 ലോങ് ആക്ഷൻസ് ഓൾസോ. അടുത്തതായി ജോണിൻ്റെ മദർ ഫാദറിനോട് ചോദിക്കുകയാണ്, നീ ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ നിന്റെ സഹപ്രവർത്തകർ എന്ത് ചെയ്യുകയായിരുന്നു? അപ്പോൾ ജോണിൻ്റെ ഫാദർ പറയുന്നു, while I was having lunch my colleagues were working. ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സഹപ്രവർത്തകർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇവിടെ രണ്ടും ലോങ് ആക്ഷൻ ആണ്. ഓക്കെ, സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. Thank you for watching everyone. Hope this video was helpful to you all.